ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അഡൽസിനും പിള്ളേർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ച് ഓക്കെ നമ്മളിത് ഫസ്റ്റ് തന്നെ ഉള്ളി വാട്ടി വെക്കണം. അപ്പം വാട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ്റെ ഉള്ളിൽ എന്തൊക്കെ എടുത്ത് എൻ്റെ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഇതൊക്കെയാണ് സെറ്റപ്പ് സാധനം കണ്ടോ. അതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി അതിൻ്റെ കുക്കിംഗ് ഭാഗത്തിലോട്ട് കിടക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ മുമ്പേ കാണിച്ച പോലെ തന്നെ ഇത് വാറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കത് പ്ലേറ്റിലിടാം. പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞപ്പം ഇവിടെ നമുക്ക് കുറച്ച് പൊടികളാണ് ഇവിടെ ഇട്ടൊക്കെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടെ നമ്മൾ എടുത്തിട്ട് നല്ലോണം അങ്ങ് മസാജ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നല്ല വാറ്റിയ മുളക് കേട്ടോ, താഴെ പോയി തരയില്ല, വാറ്റിയ മുളക്. ഇനി നമുക്ക് അപ്പോൾ നമ്മളെല്ലാ പൊടിയും കൂടെ അതിൻ്റെ ആട്ടിയിട്ട് നല്ല മസാജൊക്കെ ചെയ്ത് ഉണ്ടോ. ഇപ്പം തന്നെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യണം, കാരണം ഇപ്പം സമയം ഇച്ചിരി കണ്ടോ. അങ്ങ് ചെയ്യണം. നമ്മൾ ഇച്ചിരി വെള്ളം കൂടിയൊക്കെ ഇട്ട് ഒന്ന് വാറ്റാൻ വെക്കണം. വാറ്റുവാണ്. അപ്പോൾ ഇത് വാറ്റിക്കൊണ്ടിരിക്കുക. പിന്നെ നമുക്കിവിടെ ഇരിക്കുന്ന നല്ല ഉള്ളിയാണ്, പിന്നെ നല്ല ഗൾക്ക്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഇടണം. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുണ്ടോ നമ്മളെടുക്ക്. ഇത് കുറച്ച് ഫ്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുമ്പം ഇവിടെ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതെ നമ്മൾ ചട്ടി അങ്ങ് മൊത്തം ഇടുക കേട്ടോ. ചിക്കൻ ആഡ് ചെയ്ത് അങ്ങ് നല്ല പാടാണ് കേട്ടോ ഇത് ചെയ്യാൻ. നല്ല ആവശ്യത്തിന് നമ്മൾ നല്ല എല്ലാ പൊടിയും ചേർത്ത് അത് പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇനി പെട്ടെന്നുണ്ടാക്കി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് സൂപ്പറാക്കണം. ഉപ്പും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങളിട്ട് 2 ടീസ്പൂണാണ്. ഇതാണ് നമ്മുടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാല. ഇതാണ് നമ്മൾ കുവൈറ്റിലാണെങ്കിലും ഇതാണ് ഏറ്റവും നല്ലത് ചിക്കൻ കറിക്ക്. നിങ്ങൾ ഇത് തന്നെ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് മൊത്തം ഇപ്പോഴത്തേന് ഇട്ടിട്ടുണ്ട്. കാരണം 4 കിലോ ആയിട്ടുള്ള ചിക്കനാണ്. അപ്പം ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഇടുക, നല്ലോണം ഇളക്കുക, അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടി കേട്ടോ. ചെയ്യുക കേട്ടോ. അപ്പം അത് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ അത് വാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കര കൊതിയായിട്ട്.
നമുക്കിത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പരിപാടി. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.